ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ MLA ശ്രീ KT ജലീലുമായിട്ട് ആശയതലത്തിൽ ഒരു നിലക്കും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അത് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ ആശയതലത്തിൽ ഒരാളോട് വിയോജിപ്പുണ്ട് എന്നുള്ളതിന്റെ പേരിൽ വ്യക്തിപരമായിട്ട് അയാളോട് ശത്രുത വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ KT ജലീല് ഒരു ചടങ്ങിൽ, കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിൽ കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് വലിയ വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ ആ വീഡിയോ പല തരത്തിൽ പല രീതിയിൽ ഞാൻ ഇന്നലെ ഒരുപാട് സമയം എടുത്തിട്ട് കണ്ടു നോക്കി. എനിക്ക് തോന്നിയത് ഒരു അധ്യാപകന്, അല്ലെങ്കിൽ അധ്യാപകരൊക്കെ നമുക്ക് വിടാം, വളരെ സ്നേഹമസൃണമായ രീതിയിൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളോടെന്ന പോലെ പെരുമാറുന്നതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ ആ ഒരു തലത്തിൽ കാണാതെ ആ വീഡിയോയിൽ ആ കുട്ടികളുടെ മുഖമൊക്കെ ബ്ലർ ചെയ്ത് നീ എന്തിന് ചെയ്താൽ എനിക്ക് തിരിയല്ലേ, എന്ത് കണ്ടാലും സകലതും നെഗറ്റീവായിട്ട് കണ്ടിട്ട് എല്ലാം ബാഡ് ടച്ച് ബാഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളുടെ മനസ്സ് നമ്മളായിട്ട് മോശമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഈ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ KT ജലീലൊക്കെ ഉൾപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ 10 കൊല്ലത്തെ ഭരണം തന്നെയാണ് ഇക്കോളത്തിലൊക്കെ ആക്കിയിട്ടുള്ളത്. കുട്ടികളെ ഇഷ്ടം പോലെ കയറൂരി വിട്ട് അവരോട് മിണ്ടാൻ പാടില്ല, അവർ ഉപദേശിക്കാൻ പാടില്ല, അവരെ തലോടാൻ പാടില്ല, അവരെ കാണാൻ പാടില്ല, അവരെ ഈ സാധനമൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. അതിൽ KT ജലീൽ ഇത് അനുഭവിക്കേണ്ടതാണ് എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞു പോവുകയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഈ രീതിയിൽ നമ്മൾ കുട്ടികളെ ഏതോ ഒരു 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 കള്ളിയിൽ ഒരു പെട്ടിയിൽ ഒതുക്കിയിട്ട് അവരുടെ ലോകത്ത് അങ്ങനെ ജീവിക്കട്ടെ, മുതിർന്ന ആരും കുട്ടികളെ കാണാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളാണ്, കുട്ടികൾക്ക് കുട്ടികളുടേതായ ആവശ്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം കാണേണ്ടത് മുതിർന്നവരാണ്. മുതിർന്നവർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് പണ്ടേ അറിയുന്നതാണ്, ഇന്നും അറിയുന്നതാണ്. ഇത് നമ്മൾ പല കോളത്തിൽ വ്യാഖ്യാനിച്ചിട്ട് പല രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇന്നലത്തെ ഈ ചർച്ചയിലൊക്കെ കണ്ടത് യൂറോപ്പുകാരൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, അമേരിക്കക്കാർ പുരോഗമിച്ചിട്ടുണ്ട്, നമ്മൾ അതൊക്കെ പഠിച്ചുകൊണ്ട് വരികയാണ്. പഴയ കാലത്തെ സംഗതിയല്ല ഇപ്പോൾ ഉള്ളത്. ജലീൽ 10-20 കൊല്ലം മുന്നുള്ള അധ്യാപകനാണ്, അതുകൊണ്ട് ഇപ്പം ലോകം മാറിയത് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഏത് യൂറോപ്പിനെ ചങ്ങായിമാരെ അനുകരിക്കേണ്ടത്, ഏത് അമേരിക്കനെ അനുകരിക്കേണ്ടത്? ഇവിടുന്ന് ഇന്ത്യയിൽ മനുഷ്യന്മാര് കുട്ടികൾ പഠിക്കാനാണ് പോയിട്ട് അവിടുത്തെ റേസത്തിന്റെ പേരിൽ ഈ ബ്രൗൺ ആണ്, ഈ കറുത്തോനാണെന്ന് പറഞ്ഞ് തല്ലി കൊല്ലുന്ന യൂറോപ്യനാണ് നമ്മൾ അനുകരിക്കേണ്ടത്? ഈ കഴിഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ റഫറി ആയിട്ട് പോകാൻ ശ്രമിച്ചിരുന്ന ഒരു മനുഷ്യനെ, എല്ലാ യോഗ്യതകളുമുള്ള, ഫിഫ പറയുന്ന എല്ലാ യോഗ്യതകളുള്ള ഒരു റഫറിയെ കറുത്തോനായിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ അമേരിക്കനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്? എന്നിട്ട് ഈ നാട്ടില് ഈ നാടിൻ്റെതായ കുറെ മര്യാദകളും ആദരവുകളും കുറെ സംഗതികളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വരിക നമ്മൾ വേണ്ടത്. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യന്മാര് കാലാകാലങ്ങളിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു ചുറ്റുപാടൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരിക. അതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇക്കഴിഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, ഇതൊരുമായൊരു വൃത്തികെട്ട പരിപാടിയായി പോയി. ഇന്നലെ ചാനലുകളിൽ മുഴുവൻ ഇതാ പരിപാടി. KT ജലീൽ കുട്ടികൾ മീഡിയ ബോർഡിനോടൊക്കെ, ഞാൻ മീഡിയ ബോർഡിനെ അനുകൂലിക്കുന്ന മാത്രമല്ല, അതിന്റെ അത് കൊണ്ടുനടക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന് നിൽക്കുക ഇത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഉള്ളതുപോലെ പറയാക്കാൻ പറ്റൂലല്ലോ. മീഡിയ ബോർഡിനൊക്കെ പറയാണ്, കുട്ടികളോട് ചോദ്യം ചോദിച്ച് ഭീകരാന്തരീക്ഷം. ചങ്ങായിമാരെ, കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഭീകരാന്തരീക്ഷം എവിടുന്ന ഉണ്ടാവുന്നത്? ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലേ, വളരെ ചിരിച്ചുകൊണ്ട് സരസമായിട്ട്. എനിക്കറിയോ യുവാ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നതാ. ഞാനും ഈ പറഞ്ഞ മാതിരി കുട്ടികളൊക്കെ സംസാരിക്കാനൊക്കെ പോകലുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്, ചിരിക്കലുണ്ട്, പറയലുണ്ട്. ഇതൊന്നും കുട്ടികൾക്ക് അപമാനമായിട്ട് തോന്നാറില്ല. ഇത് അപമാനമായി തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയാ, ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെ വലിയ രാജാക്കന്മാരെ നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കൂടെ വന്നിട്ട് ഈ കുട്ടികളെ അപമാനിച്ചതാണ്. കേസെടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കുട്ടികളെ അപമാനിച്ച ചാനലുകൾക്കെതിരെ കേസെടുക്കണം. മുഖ്യധാരയും വേണം, അല്ലാത്ത സകലധാരകളും കേസെടുക്കണം. ഇപ്പൊ ഇന്നിപ്പോ പത്രസമ്മേളനത്തിൽ KT ജലീൽ പറഞ്ഞു, അങ്ങനെ കേസെടുത്ത് ജയിലിൽ പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ടെ, ജയിലിൽ പോകാൻ തയ്യാറാണെന്ന്. ഞാൻ പറയേണ്ടത്, അങ്ങനെ ജലീലിനെ കൊണ്ടുപോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ ആ സമയത്ത് ജലീലിന് ഖിദ്മത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനും പോകാം. സർക്കാർ എനിക്ക് അതിനുള്ള അനുവാദം, ഞാനും കൂടെ ജലീലിന്റെ കൂടെ പോയിക്കോളാം. എന്താ, ഞാൻ ജലീലിൽ ഖിദ്മത്ത് ചെയ്യാം. ഞാൻ തുറക്കത്തിൽ പറഞ്ഞു, ജലീലുമായിട്ട് ഒരു നിലക്കും ആശയതലത്തിൽ യോജിക്കാൻ വയ്യ. പക്ഷെ ഇക്കാര്യത്തിൽ 100% ഞാൻ ജലീലിന്റെ കൂടെ തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല.
കുട്ടികളോട് ഒന്ന് ചെവി പിടിക്കുക, ഒന്ന് തലോടുക, ഓരോട് വർത്താനം പറയാ. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഗതി. ആ കുട്ടികൾ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതിൽ അപമാനം തോന്നിയില്ല, ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ജലീൽ സാർ സംസാരിച്ചത് എന്ന് കുട്ടികൾ പറഞ്ഞു. ഇനി കുട്ടികളെ CPM പറഞ്ഞു പറ്റിച്ചതാണെന്ന് വെക്കുക, ആ സദസ്സ് തന്നെ CPM വെക്കുക. CPM എന്താ വാർഡ് കൗൺസിലർമാരൊക്കെ സംഘടിപ്പിച്ച മെമ്പർമാരെ സംഘടിപ്പിച്ച പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ CPM ഉണ്ടാവുക. ഈ CPM യോജിക്കാൻ കഴിയില്ല. ഇനി അങ്ങനൊക്കെ തന്നെയാണെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോണ്ടല്ലോ, ഒരു പണ്ടെന്നോ എന്തോ തെറ്റിയതിന് ഒരു ഇപ്പോഴും കുറെയൊക്കെ തെറ്റിപ്പത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇതൊരു പിടിച്ചാള എന്ന് പറയുന്ന രീതിയോട് ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. ഈ വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, എന്നാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു തീർക്കാം. MSF ഇന്നലെ പ്രകടനം നടത്തി. പൊന്നാര MSF മലബാറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക്. ഇവിടെ +2 ഡിഗ്രിക്ക് സീറ്റില്ലാത്ത പ്രശ്നമുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കൃത്യമായി പഠനം നടത്തിയിട്ട് കഴിഞ്ഞ കൊല്ലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങൾ ഈ പഠനം സമർപ്പിച്ചത് ഓർമ്മ നിങ്ങൾക്ക്? ഇതൊക്കെ ഞങ്ങൾ പത്രത്തിലും ചാനലൊക്കെ കണ്ടതാ. അതൊന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ മന്ത്രിക്കൊന്ന് കൊടുക്കി, എന്നിട്ട് ഇതിനൊക്കെ പരിഹാരം കാണി. അതാണ് MSF ചെയ്യേണ്ടത്. അല്ലാതെ എന്തോ കാണുമ്പോഴത്തേക്ക് അതിന് ഹാലടക്കിയിട്ട് മുദ്രാവാക്യങ്ങൾ, എന്തോ ഒരു കൃപന്നറിയോ. ഞങ്ങളുടെ പ്രിയരാം വിദ്യാർത്ഥികൾ, എന്ത് പ്രിയ വിദ്യാർത്ഥികളാണ് ചങ്ങായിമാർ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾക്ക് പ്രിയം ഉണ്ടെങ്കിൽ ഇവിടെ +2 സീറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി, ഡിഗ്രിക്ക് സീറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതാണ് MSF ചെയ്യേണ്ടത്. അല്ലാതെ KT ജലീലിന് ചെറിയ എന്തോ ഒരു തെറ്റല്ല, 100% തെറ്റല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന്റെ പിന്നാലെ പോവല്ല MSF വേണ്ടത്. ഇനി നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ, എന്തൊരു ബാലാവകാശ കമ്മീഷനെ പറഞ്ഞയച്ചിരുന്നല്ലോ, ഇപ്പൊ കേസ് വരുന്നുണ്ട് പോലോ. അപ്പോഴാ ജലീൽ പറഞ്ഞ ജയിലിൽ, അതാ ഞാൻ പറഞ്ഞ ഞാൻ ജയിലിൽ കൂടെ പോകുന്നത് ആരാന്നുള്ളത്. ഈ ബിന്ദു കൃഷ്ണ ആരാന്നുള്ളത് നമുക്കിപ്പോ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ മാസം മനസ്സിലായതല്ലേ. മന്ത്രി ആയപ്പോഴത്തേക്ക് ആരെടുത്തേക്കാ പോയത്? കഴിഞ്ഞ ടേമിലെ പിണറായി ഗവൺമെന്റ് കേരളം പായേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അതിന് കാരണക്കാരായ 1-ാം നമ്പർ പ്രതി, കേരളത്തിൽ കൃത്യമായിട്ട് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിയെ പോയിട്ട് തലകുനിച്ചെന്ന് അനുഗ്രഹം വാങ്ങിയ ബിന്ദു കൃഷ്ണ മന്ത്രി എന്നിട്ട് പറയാണ് KT ജലീൽ കുട്ടികളെ അപമാനിച്ചു. പത്രക്കാരെന്തോന്ന് ചോദിച്ചപ്പോ പറയാണ്, മലയാളികളൊക്കെ അരിഭക്ഷണം അരിയാഹാരം കഴിക്കുന്നവർ, ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാ, ഞങ്ങൾ അരി വറുത്ത് തിന്നലുണ്ട്, അരി കഞ്ഞിയായിട്ടും ചോറായിട്ട് തിന്നലുണ്ട്, നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ തിന്നെന്ന് അറിയാൻ പറ്റട്ടോ. ഈ അരിയാഹാരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളിന്റെ അടുത്തേക്ക് എന്തിനാ പോയത് എന്നൊക്കെ ഉള്ളത്. അതുപോലെ നമ്മൾ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പോയത് നേർക്കുനേരല്ല. അതായത് മകന്റെ അമ്മോശാക്കന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഒക്കെ കൂടെയുള്ള കളികളായിരുന്നു. അപ്പോ ഈ സംഗതികളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ബിന്ദു കൃഷ്ണ മന്ത്രി മനസ്സിലാക്കണം. അതുപോലെ രമേശ് ചെന്നിത്തല സാറും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. അത് ഒരു ഭാഗത്ത് അങ്ങനെ. ഇനിയിപ്പോ എന്താണ് ജലീൽ അവിടെ സംസാരിച്ചത് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കുറച്ചൊക്കെ. എനിക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പറ്റെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരും. കാണാൻ പൂതിന് മുഴുവൻ കാണാം. ആ പ്രസംഗം ഒന്ന് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മന്റെ ആട് കഥ നിങ്ങൾക്ക് അറിയോ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ തന്നെയല്ല വേണ്ടത്. അതുപോലെ സംസം, എന്താണ് സംസം എന്ന് പറയാൻ വേണ്ടി ഒരു വഴി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അറബിയിൽ മാത്രമുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ ഇല്ലാത്ത ഒരു അക്ഷരം പറയുമോ എന്ന് ചോദിക്കുന്നത് അറബി മുഖ്യ ഭാഷയായിട്ട് പഠിക്കുന്ന കുട്ടിയോടാണ്. കുട്ടി സ പറയുന്നു, എന്നാൽ സ വെച്ച ഒരു അക്ഷരം ഒരു വാക്ക് പറയാൻ പറയുന്നു, കുട്ടി സംസം പറയുന്നു. എന്നാൽ പിന്നെ സംസത്തിന്റെ അർത്ഥം പറയൂ എന്ന് പറയുന്നു, കുട്ടിക്ക് അറിയില്ല, അത് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊണ്ടപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് കുട്ടികൾ പൊതു വായനയില്ല. നമുക്കൊക്കെ സങ്കടമുള്ള സംഗതിയാണ്. കുട്ടികൾ പൊതുവായിട്ട് വായനയല്ല, അവർ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ലോകത്തുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ല. അതിപ്പോ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ തമാശക്കാണ് ചില വീഡിയോ കാണുന്നത്. ഏതൊക്കെ ടീമാ കളിക്കുന്നത്, ആ കളിയിലുള്ള അതൊക്കെ ഏതൊക്കെ രാജ്യമാണ്, ആ രാജ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിന്റെ ടീമാക്കി മാറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സാമൂഹ്യ ബോധമാണ് നമ്മൾ കുട്ടികളുടെ ഒരു ഭാഗത്തുള്ളത്. അതൊക്കെ തിരുത്തേണ്ടതാണ്. അതുപോലെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയാത്ത കുട്ടികൾ ഇപ്പോഴും LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പോലും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പൊതു ആയിട്ടുള്ള അറിവുകൾ കുട്ടികൾക്ക് വേണം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ ഒരു വിഷയമാണ് ജലീലവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനിടക്ക് ഒരു കുട്ടിനെ വിളിച്ചിട്ടൊന്നും എല്ലാം ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ പിടിച്ചുപോയി. ഇതാണ് വലിയൊരു സംഭവം. ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. ചിരിച്ചുകൊണ്ട് എടോ, ഈ എടോ വിളിച്ചത്, എടോ എന്ന് വിളിച്ചു. എന്താണ് എടോ എന്ന് വിളിച്ചാല്? നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇന്നും മനസ്സുകൊണ്ട് വെക്കുന്ന
കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഇ.കെ. നായനാര്. ഇ.കെ. നായനാര് വളരെ രസകരമായിട്ട് ഓ നമ്മളെ പാർട്ടിക്കാരനാ, ഓ നമ്മളെ ആളെന്നൊക്കെ, ഇത് നമ്മൾ ആ നിലക്ക് എടുത്ത് അങ്ങനെ എടുത്താൽ മതി. അപ്പൊ അതിനോട് ചേർത്താണ് പറയേണ്ടത്, ജലീൽ സാറെ നിങ്ങളൊരു സംഗതി എന്നോട് കൂടെ പറഞ്ഞു വെച്ചിട്ടോ, മഴ പോയാ കുയ്യൊക്കെ അത് ഞങ്ങളുടെ അയിമത്തോട്ട് കളിക്കണ്ട. അത് ഞങ്ങൾ പൊയാണ്, ഞങ്ങളെ കുജ്ജാണ്, ഞങ്ങളെ പുജ്ജാണ്, ഞങ്ങളെ നെജ്ജാണ്, ഞങ്ങളെ കജ്ജാണ്, ഇതൊക്കെ ഞങ്ങളതാണ്. അത് തൊടണ്ട. ഈ ഭാഷ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. നിങ്ങളൊരു കോളത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് വലിയെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, സംഗതി വിജയിച്ച്. ഭാഷ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അക്കളി വേണ്ട. അത് നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ഒന്നും ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചത് കണ്ടിട്ടില്ല എന്നും കരുതണ്ട. പറയുമ്പോൾ ഒക്കെ എങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകും. ഇനി മൊത്തത്തിൽ അവസാനിപ്പിച്ചുകൊണ്ടൊരു സംഗതി കൂടെ പറയട്ടെ. നമ്മൾ ഒരു നാടിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മളുടെയും നമ്മളുടെ മക്കളുടെയും ഒക്കെ ഭാവിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഒരു വികാസത്തിൽ കാണാൻ മാത്രമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ മനസ്സിനെ ഒന്ന് നമ്മൾ വലുതാക്കണം. അതിങ്ങനെ ഇങ്ങനെ കുടുക്കി നമ്മളെ RSSകാരന്റെ മാതിരി തന്നെ ആക്കല്ലേ. ഇപ്പൊ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ നമ്മളെ മനസ്സ് ഇങ്ങനെ കുടുക്കി കൊണ്ടുവരാണ് വരി. അതുപോലെ നമ്മളും ആവില്ലേ. നമ്മുടെ മനസ്സിനെ ഒന്ന് വലുതാക്കുക, ഒന്ന് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുക. തെറ്റും കുറ്റവും കണ്ടപ്പോൾ അത് അങ്ങനെ തന്നെ പറയാം. അത് ആശയതലത്തിലുള്ള വിയോജിപ്പുകൾ അത് ആ വിയോജിപ്പ് അങ്ങനെ തന്നെ നിർത്തുക. എന്നാൽ അനാവശ്യമായിട്ട് നമ്മളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ വെറുതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യേണ്ട. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ കുട്ടികളെ അപമാനിച്ചത് KT ജലീൽ അല്ല, ഇന്നലെ വീഡിയോ ചെയ്തിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആദരിക്കുന്ന എൻ്റെ മീഡിയ 1 ഉൾപ്പെടെ ഇതിൽ പെട്ടുപോയി എന്നതിൽ വലിയ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്.